മലയാറ്റൂരിലെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തടഞ്ഞ് നാട്ടുകാർ. വനംവകുപ്പ് എത്തിച്ച JCB നാട്ടുകാർ തടഞ്ഞു. പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഇന്ന് പുലർച്ചെയാണ് ഇല്ലിത്തോട്ടിലെ റബ്ബർ തോട്ടത്തിനുള്ളിലെ കിണറ്റിൽ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാന വീണത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും SNDP ഓഫീസിന്റെ മതിലും കാട്ടാന തകർത്തിരുന്നു. ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കാലടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അജിത് കുമാർ പറഞ്ഞു. ദൗത്യം പുരോഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് S ശ്രീകാന്ത് ചേരുന്നു. വീണ്ടും ശ്രീകാന്ത്, എങ്ങനെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ഈ കിണറിന് അത്യാവശ്യം താഴ്ചയുണ്ട്. ഏതാണ്ട് ഒരു 13 കോൽ താഴ്ചയുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതിനാൽ തന്നെ കുറച്ച് ശ്രമകരമാണ്. കാരണം ഇതിന് വാവട്ടം വലുതല്ലാത്ത ഒരു കിണറാണ്. മാത്രമല്ല താഴേക്ക് ചെല്ലുന്തോറും ഇതിന് അധികം വീതി ഇല്ല എന്നുള്ളതും ദുഷ്കരമായ സാഹചര്യമാണ്. അതിന് തൊട്ട് അപ്പുറത്തായി കുറച്ച് ആഴത്തിൽ കുഴി രൂപപ്പെടുത്തി, അതിപ്പോൾ JCB ഉപയോഗിച്ച് കുഴി എടുക്കുന്നുണ്ട്. കുഴി രൂപപ്പെടുത്തിയ ശേഷം അവിടേക്കൊരു വഴി വെട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ആ നടപടിയിലേക്കാണ്, ആ പണിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വാവട്ടം വലുതാക്കിക്കൊണ്ടിരിക്കുന്ന നടപടി ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ കുഴി ഏറെക്കുറെ പൂർത്തിയായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആ കുഴി ഒന്ന് പൂർത്തിയായ ശേഷമായിരിക്കും ഇതിന്റെ വാവട്ടം പൊളിച്ചു തുടങ്ങുന്നത്. ചരിച്ച് പിന്നീട് ഇത് ഒരു വഴി ഉണ്ടാക്കും. ആ വഴി ഉണ്ടാക്കിയ ശേഷം വടം കൂടി ഉപയോഗിച്ച് ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിന് തൊട്ടടുത്തായി, ഈ മലയ്ക്ക് തൊട്ടടുത്തായി, ഈ സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ഈ കുട്ടിയാനയുടെ തള്ളയാന അത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആന കരയ്ക്ക് കയറിയ ശേഷമേ പോകൂ എന്ന് സ്വാഭാവികമായ ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാട്ടാനക്കൂട്ടം അതിനടുത്ത് തന്നെ ഉണ്ട് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ കരയ്ക്ക് കയറ്റിയ ശേഷം മുകളിലേക്ക് കയറ്റിവിടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് മുൻപും വനവകുപ്പ് ആനക്കുട്ടിയെയും ഇതേപോലെ കിണറ്റിൽ വീണ ആനക്കുട്ടിയൊക്കെ പിടിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന്റെ ആനക്കൂട്ടം തൊട്ടടുത്തായി എവിടെയെങ്കിലും നിലയുറപ്പിക്കും. തള്ളയാന തൊട്ടടുത്തായി തന്നെ ഉണ്ടാകും. അങ്ങനെ അതിനൊപ്പം വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും ഇവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുക. വാവട്ടമില്ലാത്ത ഒരു 10-13 വാവട്ടം അധികം വീതിയില്ലാത്ത 10-13 കോൽ താഴ്ചയുള്ള കിണറാണ്. കുറച്ച് സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതാണ്ട് ഉച്ചയെങ്കിലും ആകും ഈ ദൗത്യം പൂർത്തിയാക്കി ആനക്കുട്ടിയെ കരയ്ക്കെത്തിച്ചു വിടാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഏതാണ്ട് 10:37 ഇന്നലെ പുലർച്ചെ, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ്, അതായത് ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് ഈ ആനക്കുട്ടി ഈ കിണറ്റിലേക്ക് വീണത് എന്ന് കരുതുന്നു. രാവിലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അവരുടെ ഭാഗത്തു നിന്നും കഠിനമായ പരിശ്രമം ഈ ആനക്കുട്ടിയെ പുറത്ത് എടുക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വാവട്ടം വലുതാക്കി ചരിച്ച് വഴി എടുത്ത് ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റുന്ന ആ നടപടികളാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേണു, ശ്രീകാന്ത്, ഈ ആനയ്ക്ക് പരിക്കുണ്ടോ? എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതേപ്പറ്റി പറയുന്നത്? വേണുവിന്റെ തുമ്പിക്കൈയിൽ ഒരു ചുവന്ന പാട് അത് കാണാനുണ്ട്. അത് ഒരു പക്ഷെ മണ്ണാണോ, താഴേക്ക് വീണ ഘട്ടത്തിലുണ്ടായ മണ്ണ് പറ്റിയതാണോ എന്നറിയില്ല. പക്ഷേ വലിയ തോതിൽ ഒരു ചുവന്ന പാട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഈ കിണറ്റിലേക്ക് വീണ സാഹചര്യത്തിൽ അതിന്റെ ഭിത്തിയിൽ ഈ കിണറിന്റെ ചുറ്റും ഉരഞ്ഞ പാടോ മറ്റോ ആകാൻ, കയറ്റിയതിന് ശേഷം പരിക്കോ ഒക്കെ ഉണ്ടോ എന്നറിയില്ല. 1 മണിക്കാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, അർദ്ധരാത്രിയോട് കൂടിയാണ് ആനക്കൂട്ടത്തിനൊപ്പം എത്തിയ ഈ കുട്ടിയാന, 2 വയസ്സുള്ള കുട്ടിയാന ഈ കിണറ്റിനുള്ളിലേക്ക് വീണത്. അതിന് പുറത്തെത്തിക്കുമ്പോഴേ അതിന് കാര്യമായ പ്രകടമായ പരിക്കുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അതിന്റെ തുമ്പിക്കൈക്ക് ഒരു ചുവന്ന നിറമുണ്ട്. അത് ഈ വീഴ്ചയിലുള്ള പരിക്കാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. മറ്റെന്തെങ്കിലും പരിക്കുള്ളത് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നില്ല. ഇനി ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി അതിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഉണ്ടാക്കിയ ശേഷമായിരിക്കും അതിന്റെ തള്ളയാനയുടെ കൂടെ ആനക്കൂട്ടത്തിനൊപ്പം ഇതിനെ വിടാൻ പോകുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം കൂടി കാണേണ്ടി വന്നു. ഈ JCB ഇവിടെ എത്തിയ ഘട്ടത്തിൽ അവർ JCB തടഞ്ഞിട്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് അവർ ഇവിടെ പ്രതിഷേധം ഉണ്ടാക്കിയത്. ഇവിടെ ഈ ഫെൻസിങ്, ഇതിനോടകം തന്നെ ഫെൻസിങ് ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് ഫെൻസിങ്, അത് ഹാങ്ങിങ് ഫെൻസിങ് നടപ്പാക്കാം എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ട്രെഞ്ച് ആയിരിക്കും കുറച്ചുകൂടി ഫലപ്രദം എന്ന് ചില ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. കാലടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സംസാരിക്കുകയും അതിനുശേഷം അവരുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ സാധിച്ചത് തന്നെ. ഇപ്പോൾ ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വാവട്ടം വലുതാക്കാനുള്ള
നീക്കത്തിലാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് അതിലൊരു ചരിച്ചൊരു വഴി ഉണ്ടാക്കണം. അതിനുശേഷമേ ഈ ആനക്കുട്ടിയെ പുറത്തേക്ക് എത്തിക്കുക സാധ്യമാവുകയുള്ളൂ. 13 കോൽ താഴ്ച എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല താഴ്ചയാണ്. അതിനുള്ളിൽ നിന്ന് വേണം വടം കെട്ടിയോ മറ്റോ ആനക്കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ. ആ ദൗത്യം തുടരുന്നു. ഉച്ച കഴിയും വേണു ഈ ദൗത്യം പൂർത്തിയാകാൻ എന്ന് തന്നെ കരുതാം ഈ ഘട്ടത്തിൽ. ശരി, എസ് ശ്രീകാന്താണ് മലയാറ്റൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്.